ഓം ശാന്തി 24/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ എത്ര സമയം ബാബയുടെ ഓർമ്മയിലിരിക്കുന്നോ അത്രയും സമ്പാദ്യം തന്നെ സമ്പാദ്യമാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ ബാബയുടെ സമീപത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം: ഓർമ്മയിലിരിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് ഏത് കാര്യത്തിലാണ് ലജ്ജ വരുന്നത്? ഉത്തരം: തന്റെ ചാർട്ട് വെക്കുന്നതിൽ അവർക്ക് ലജ്ജ വരുന്നു. സത്യം എഴുതുകയാണെങ്കിൽ ബാബ എന്തു പറയും എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ചാർട്ട് വെക്കുന്നതിലൂടെ മാത്രമേ സത്യമായ മംഗളം ഉണ്ടാകുകയുള്ളൂ. ചാർട്ട് എഴുതുന്നതിലൂടെ വളരെ പ്രയോജനം ഉണ്ടാകുന്നു. ബാബ പറയുകയാണ്, കുട്ടികളെ, ഇതിൽ ലജ്ജിക്കരുത്. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ 15 മിനിറ്റ് മുൻപ് വന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മറ്റു ജോലി ഒന്നും തന്നെയില്ല. ബാബയുടെ ഓർമ്മയിൽ ഇരുന്നാൽ മാത്രം മതി. ഭക്തിമാർഗത്തിൽ ബാബയുടെ പരിചയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബയുടെ പരിചയം ലഭിച്ചു. ബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. എല്ലാ കുട്ടികളുടെയും അച്ഛനാണ് ഞാൻ. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ സമ്പത്തിനെയും ഓർമ്മ വരുന്നു. ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ. ഞാൻ 5 മാസത്തെയാണ്, 2 മാസത്തെയാണ് എന്നെല്ലാം കേവലം എഴുതും. പക്ഷെ നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങൾ വലുതാണ്. അതുകൊണ്ട് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, ഇവിടെ ബാബയുടെയും സമ്പത്തിന്റെയും ഓർമ്മയിൽ ഇരിക്കണം. നരനിൽ നിന്നും നാരായണനായി മാറാനുള്ള പുരുഷാർത്ഥത്തിൽ തൽപരരാണ്, അഥവാ സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം. അതുകൊണ്ട് കുട്ടികൾ ഇത് നോട്ട് ചെയ്യണം. എനിക്ക് എത്ര സമയം ഇവിടെ ഇരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട്? ബാബയ്ക്ക് എഴുതുന്നതിലൂടെ മനസ്സിലാകും എത്ര സമയം ഓരോരുത്തരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ബാബയ്ക്ക് മനസ്സിലാകും എന്നല്ല. ബാബയുടെ ഓർമ്മയിലായിരുന്നോ, ബുദ്ധി അലയുന്നുണ്ടോ എന്നെല്ലാം ഓരോരുത്തരുടെയും ചാർട്ടിലൂടെ മനസ്സിലാകും. ഇപ്പോൾ ബാബ വരികയാണെങ്കിൽ ഓർമ്മയുണ്ടാകും എന്നതും ബുദ്ധിയിലുണ്ട്. എത്ര സമയം ഓർമ്മിച്ചു എന്നതും ചാർട്ടിൽ സത്യമായി എഴുതണം. അസത്യമാണ് എഴുതുന്നതെങ്കിൽ 100 മടങ്ങ് പാപം വർദ്ധിക്കുകയും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായും വരും. അതുകൊണ്ട് എഴുതുന്നത് സത്യമായിരിക്കണം. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും വികർമ്മം വിനാശമാകും. നമ്മൾ സമീപത്ത് വന്നു പോകുന്നവരാണെന്നും അറിയാം. അവസാനം ഓർമ്മ പൂർത്തിയാകുമ്പോൾ നമ്മൾ എല്ലാവരും ബാബയുടെ കൂടെ പോകും. പിന്നീട് ചിലർ പെട്ടെന്ന് പുതിയ ലോകത്ത് പോയി പാട്ടഭിനയിക്കുന്നു. ചിലർ അവിടെ തന്നെ ഇരിക്കുന്നു. ശാന്തിധാമിൽ യാതൊരു സങ്കല്പവും വരികയില്ല. അത് സുഖദുഃഖത്തിൽ നിന്ന് വേറിട്ടുള്ള മുക്തിധാമമാണ്. സുഖധാമത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നത്. എത്ര ഓർമ്മിക്കുന്നുവോ അത്രയും വികർമ്മം വിനാശമാകുന്നു. ഓർമ്മയുടെ ചാർട്ട് വെക്കുകയാണെങ്കിൽ ജ്ഞാനം നല്ല രീതിയിൽ ധാരണ ചെയ്യാനും സാധിക്കും. ചാർട്ട് വെക്കുകയാണെങ്കിൽ ഫലമുണ്ടാകും. ഓർമ്മയിലിരിക്കാത്തതിനാൽ എഴുതുന്നതിൽ ലജ്ജ വരികയാണ് എന്ന് ബാബയ്ക്ക് അറിയാം. ബാബ എന്തു പറയും? മുരളിയിലൂടെ കേൾപ്പിക്കും. ബാബ പറയുകയാണ്, ഇതിൽ ലജ്ജിക്കേണ്ട കാര്യം എന്താണ്? ഓർമ്മിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ എല്ലാവർക്കും മനസ്സിലാകും. നോട്ട് ചെയ്യുകയാണെങ്കിൽ മംഗളമുണ്ടാകും എന്ന് മംഗളകാരിയായ ബാബ മനസ്സിലാക്കി തരികയാണ്. ബാബ വരുന്നത് വരെ അത്രയും സമയം ആരെല്ലാം ഉണ്ടായിരുന്നോ അവരിൽ ഓർമ്മയുടെ ചാർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? വ്യത്യാസം നോക്കണം. ഇഷ്ടപ്പെട്ട വസ്തുവാണെങ്കിൽ അതിനെ കൂടുതൽ സമയം ഓർമ്മിക്കും.
കുമാരി കുമാരന്റെ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കും. പിന്നീട് വിവാഹം കഴിയുന്നതോടെ കൂടുതൽ ഉറച്ചതാകുന്നു. ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു എന്ന് പരസ്പരം കാണാതെ തന്നെ മനസ്സിലാകുന്നു. ശിവബാബ നമ്മുടെ പരിധിയില്ലാത്ത അച്ഛനാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. കാണാൻ കഴിയുന്നില്ലെങ്കിലും ബുദ്ധിയിലൂടെ മനസ്സിലാക്കുന്നു. ആ ബാബ നാമരൂപത്തിൽ നിന്ന് വേറിട്ട ആളാണെങ്കിൽ പിന്നീട് ആരുടെ പൂജയാണ് ചെയ്യുന്നത്? ഓർമ്മിക്കുന്നത് എന്തിനാണ്? നാമരൂപത്തിൽ നിന്ന് വേറിട്ടതായി ഒരു വസ്തുവും ഉണ്ടായിരിക്കുകയില്ല. ഏതെങ്കിലും വസ്തു കാണുകയാണെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് വർണ്ണിക്കും. ആകാശത്തെ കാണുന്നുണ്ടല്ലോ, അവസാനമില്ലാത്തതാണെന്ന് പറയാൻ സാധിക്കില്ല. ഭക്തിയിൽ ഭഗവാനെ ഓർമ്മിക്കുന്നു, അല്ലയോ ഭഗവാനെ, അപ്പോൾ അവസാനിക്കാത്തതാണ് എന്ന് പറയുകയില്ല. അല്ലയോ ഭഗവാനെ എന്ന് പറയുന്നതിലൂടെ പെട്ടെന്ന് ഓർമ്മ വരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു വസ്തുവുണ്ട്. ആത്മാവിനെയും അറിയാനേ കഴിയുകയുള്ളൂ, കാണാൻ കഴിയുകയില്ല. ആത്മാക്കൾക്കെല്ലാവർക്കും കൂടി ഒരച്ഛനാണ് ഉള്ളത്. ആ പിതാവിനെയും മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കൂ. ബാബ വന്ന് പഠിപ്പിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. പഠിപ്പിക്കുമെന്ന് മുൻപ് അറിയുമായിരുന്നില്ല. കൃഷ്ണന്റെ പേരാണ് വെച്ചത്. കൃഷ്ണനെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കും. കൃഷ്ണനെ അവസാനമില്ലാത്തത്, നാമരൂപത്തിൽ നിന്ന് വേറിട്ടതെന്ന് പറയാൻ സാധിക്കുകയില്ല. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് കൃഷ്ണൻ ഒരിക്കലും പറയുകയുമില്ല. കൃഷ്ണൻ സന്മുഖത്തുണ്ട്. കൃഷ്ണനെ ബാബ എന്ന് പറയുകയില്ല. അമ്മമാർ കൃഷ്ണനെ കുട്ടിയായി കരുതി മടിയിൽ ഇരുത്തുന്നു. ജന്മാഷ്ടമി ദിവസം ചെറിയ കൃഷ്ണനെ ഊഞ്ഞാലാട്ടുന്നു. എന്താ സദാ കുട്ടിയായി തന്നെ ഇരിക്കുമോ? പിന്നീട് രാസലീലയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കുറച്ചു വലുതായിട്ടുണ്ടാവും. പിന്നീട് കുറച്ചുകൂടി വലുതാകും. പിന്നെന്ത് സംഭവിച്ചു, എവിടേക്ക് പോയി, ഇതാർക്കും അറിയില്ല. സദാ ചെറിയ ശരീരം ആയിരിക്കില്ലല്ലോ. ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല. പൂജ മുതലായ സമ്പ്രദായങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആരിലും ജ്ഞാനമില്ല. കൃഷ്ണൻ കംസപുരിയിൽ ജന്മമെടുക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കംസപുരിയുടെ കാര്യമൊന്നുമില്ല. ആരുടെയും ബുദ്ധി പ്രവർത്തിക്കുന്നില്ല. ഭക്തർ പറയും കൃഷ്ണൻ സദാ ഹാജരാണെന്ന്. പിന്നീട് കൃഷ്ണനെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൃഷ്ണൻ കഴിക്കുന്നൊന്നുമില്ല. മൂർത്തിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വയം എടുത്ത് കഴിക്കുന്നു. ഇതും ഭക്തിയാണല്ലോ. ശ്രീനാഥ ക്ഷേത്രത്തിൽ വളരെയധികം നിവേദ്യം അർപ്പിക്കാറുണ്ട്. പക്ഷെ ശ്രീനാഥ് കഴിക്കുന്നില്ല. പൂജാരി സ്വയം എടുത്ത് കഴിക്കുന്നു. ദേവിമാരെ പൂജിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്വയം ദേവിയെ ഉണ്ടാക്കി പൂജിക്കുന്നു. പിന്നീട് അതിനെ ഒഴുകിക്കളയുന്നു. ആഭരണങ്ങളോട് കൂടിയാണ് താഴ്ത്തുന്നത്. പിന്നീട് അനേകം പേർ അവിടെ മുങ്ങിത്തപ്പുന്നു. ആരുടെ കയ്യിൽ എന്ത് ലഭിക്കുന്നോ അതവർ എടുക്കുന്നു. ദേവിമാർക്കാണ് ഏറ്റവും കൂടുതൽ പൂജ ലഭിക്കുന്നത്. ലക്ഷ്മിയുടെയും ദുർഗയുടെയും മൂർത്തികൾ ഉണ്ടാക്കുന്നു. ആരെയാണോ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്, ആ വലിയ മമ്മ ഇവിടെയുണ്ടല്ലോ. ഭാവിയിലെ രൂപത്തിനാണ് ഈ ജന്മം പൂജ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. വളരെ അത്ഭുതകരമായ നാടകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശാസ്ത്രങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇത് പ്രാക്ടിക്കൽ കാര്യമാണ്. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ജ്ഞാനമുണ്ട്. ഏറ്റവും അധികം ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആത്മാക്കളുടെയാണ്. രുദ്രയജ്ഞം രചിച്ചപ്പോൾ ലക്ഷക്കണക്കിന് സാലിഗ്രാമങ്ങളെയും ഉണ്ടാക്കി. ദേവിമാരുടെ ഒരിക്കലും ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ടാക്കാറില്ല. എത്ര പൂജാരികളുണ്ടോ അത്രയും ദേവിമാരെ ഉണ്ടാക്കുന്നു.
അവർ ഒരേ സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് സാളിഗ്രാമുകൾ ഉണ്ടാക്കുന്നു. സേഠുമാർക്ക് എപ്പോഴാണോ രുദ്രനെയും സാളിഗ്രാമങ്ങളെയും ഉണ്ടാക്കണമെന്ന ചിന്ത വരുന്നത്, അപ്പോൾ ബ്രാഹ്മണരെ വിളിക്കുന്നു. ഒരേ ഒരു ബാബയെയാണ് രുദ്രൻ എന്ന് പറയുന്നത്. രുദ്രനോടൊപ്പം അനേകം സാളിഗ്രാമുകൾ ഉണ്ടാക്കുന്നു. ഇത്രയും സാളിഗ്രാമങ്ങൾ ഉണ്ടാക്കൂ എന്ന് സേട്ട് പറയും. അതിനുവേണ്ടി തീയതിയും കുറിക്കും. ശിവജയന്തി ദിവസം മാത്രമേ രുദ്രപൂജ ചെയ്യൂ എന്നല്ല. മിക്കവാറും ശുഭദിനങ്ങളിൽ ബൃഹസ്പതിക്ക് പൂജ ചെയ്യുന്നു. ദീപാവലി ദിവസം ലക്ഷ്മിയുടെ ചിത്രം തളികയിൽ വെച്ച് പൂജിക്കുന്നു. പിന്നീട് എടുത്തു വെക്കുന്നു. അത് മഹാലക്ഷ്മിയാണ്, യുഗളാണല്ലോ. മനുഷ്യർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെ നിന്നാണ് ലക്ഷ്മിക്ക് പൈസ ലഭിക്കുന്നത്? ജോഡി വേണമല്ലോ. ഈ ലക്ഷ്മി നാരായണൻ ജോഡിയാണ്. പിന്നീട് മഹാലക്ഷ്മി എന്ന പേര് വെച്ചു. എപ്പോഴാണ് ദേവിമാരുണ്ടായിരുന്നത്? മഹാലക്ഷ്മി എപ്പോൾ വന്നുപോയി? ഈ കാര്യങ്ങളൊന്നും മനുഷ്യർക്കറിയുകയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. നിങ്ങളിലും എല്ലാവരും ഒരുപോലെ ധാരണ ചെയ്യുന്നില്ല. ബാബ ഇതെല്ലാം മനസ്സിലാക്കി തന്നിട്ടും ശിവബാബയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. സമ്പത്ത് ഓർമ്മയുണ്ടോ? ഇതാണ് മുഖ്യ കാര്യം. ഭക്തിയിൽ വളരെയേറെ പൈസ വ്യർത്ഥമാക്കി. ഇവിടെ നിങ്ങളുടെ ഒരു പൈസ പോലും പാഴാകുന്നില്ല. മോചിതരാക്കുന്നതിന്റെ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഭക്തിയിൽ അനേകം പൈസ ചെലവ് ചെയ്ത് മോചനമില്ലാത്തവരായി മാറി. എല്ലാം മണ്ണിൽ ലയിച്ചു ചേർന്നു. ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ സമയം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈശ്വരീയ സേവനത്തിൽ ശിവബാബയ്ക്ക് കൊടുക്കുന്നതാണ്. ശിവബാബ കഴിക്കുന്നില്ല, നിങ്ങളാണ് കഴിക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണർ സൂക്ഷിപ്പുകാരാണ്. ബ്രഹ്മാവിന് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ശിവബാബയ്ക്കാണ് കൊടുക്കേണ്ടത്. ബാബ അങ്ങേക്ക് വേണ്ടി മുണ്ടും ഷർട്ടും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ബാബ പറയാണ്, ഇദ്ദേഹത്തിന് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടുവാൻ കഴിയുകയില്ല. ശിവബാബയെ ഓർമ്മിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ സമ്പാദ്യം ഉണ്ടാകും. ശിവബാബയുടെ ഖജനാവിലൂടെയാണ് ബ്രാഹ്മണർ പാലിക്കപ്പെടുന്നതെന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എന്താണ് അയക്കേണ്ടതെന്ന് ബാബയോട് ചോദിക്കേണ്ട കാര്യമില്ല. ബാബ ഇത് സ്വീകരിക്കുകയില്ല. അഥവാ ബ്രഹ്മാവിനെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പാദ്യം ഉണ്ടാവുകയില്ല. ശിവബാബയുടെ ഖജനാവിൽ നിന്നാണ് ബ്രഹ്മബാബ എടുക്കുന്നത്. അതുകൊണ്ട് ഓർമ്മിക്കേണ്ടത് ശിവബാബയെ ആണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വസ്തു എടുക്കുന്നത്? BKക്ക് കൊടുക്കുന്നതും തെറ്റാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു വസ്തു ധരിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മ വരും എന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. ഏതെങ്കിലും മോശമായ വസ്തുവിന്റെ കാര്യമല്ല. ഏതെങ്കിലും നല്ല വസ്തുവാണെങ്കിൽ കൂടി ഓർമ്മ ഒന്നുകൂടി വർദ്ധിക്കും. അതിലൂടെ ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ശിവബാബ പറയുകയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. എനിക്ക് വസ്ത്രം തുടങ്ങിയവയുടെ ഒന്നും ആവശ്യമില്ല. വസ്ത്രങ്ങൾ കുട്ടികൾക്കാണ് വേണ്ടത്. അവർ ശിവ് ബാബയുടെ ഖജനാവിൽ നിന്നാണ് ധരിക്കുന്നത്. എനിക്ക് സ്വന്തമായി ശരീരമില്ല. ഇദ്ദേഹമാണെങ്കിൽ ശിവബാബയുടെ ഖജനാവിൽ നിന്നെടുക്കാൻ അധികാരിയുമാണ്. രാജപദവിയുടെ അധികാരിയാണ്. ബാബയുടെ വീട്ടിൽ നിന്നാണല്ലോ കുട്ടികൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം. നിങ്ങളും സേവനം ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയധികം സേവനം ചെയ്യുന്നുവോ അത്രയധികം സമ്പാദ്യം ഉണ്ടാകുന്നു. ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണ് കഴിക്കുന്നതും കുടിക്കുന്നതും. അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ സമ്പാദ്യം ഉണ്ടാവുകയില്ല. ശിവബാബയ്ക്കാണ് കൊടുക്കേണ്ടത്. ബാബ അങ്ങയിലൂടെ ഭാവിയിലെ 21 ജന്മത്തേക്ക് കോടിപതിയായി മാറുന്നു. പണം ഇല്ലാതാകും.
അതുകൊണ്ട് സമർത്ഥന്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. ബാബ സമർത്ഥനാണല്ലോ. 21 ജന്മത്തേക്കുള്ളത് തരുന്നു. ഈശ്വരാർത്ഥം പരോക്ഷമായി നൽകുന്നു. ഇൻഡയറക്റ്റിൽ ഇത്രയും ശക്തി ഉണ്ടാവില്ല. ഇപ്പോൾ സന്മുഖത്തായതുകൊണ്ട് വളരെ ശക്തിശാലിയാണ്. ലോകത്തിന്റെ സർവശക്തനായ അധികാരിയുള്ളത് ഈ സമയത്താണ്. ഈശ്വരാർത്ഥം എന്തെങ്കിലും ദാനപുണ്യം ചെയ്യുകയാണെങ്കിൽ അത് അല്പകാലത്തേക്ക് മാത്രം ഉള്ളതാണ്. ഇവിടെ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, ഞാൻ സന്മുഖത്താണ്, ഞാൻ തന്നെയാണ് നൽകുന്ന ആൾ. ബ്രഹ്മബാബ ശിവബാബയ്ക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശ്വത്തിന്റെ ചക്രവർത്തി പദവി എടുത്തുവല്ലോ. ഈ വ്യക്ത ശരീരത്തിന് അവ്യക്ത രൂപത്തിന്റെ സാക്ഷാത്കാരം ഉണ്ടായി എന്നതും മനസ്സിലായി. ഈ ശരീരത്തിൽ ശിവബാബ പ്രവേശിച്ച് കുട്ടികളോട് സംസാരിക്കുന്നു. മനുഷ്യനിൽ നിന്നാണ് എടുക്കുന്നതെന്ന ചിന്ത ഒരിക്കലും ഉണ്ടാകരുത്. ശിവബാബയുടെ ഭണ്ഡാരിയിലേക്ക് അയക്കൂ. ബ്രഹ്മാവിന് നൽകുന്നതിലൂടെ ഒന്നും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, നഷ്ടം സംഭവിക്കും എന്ന് പറയണം. ദരിദ്രനാകും. 3-4 രൂപയുടെ വസ്തുവാകും നിങ്ങൾ നൽകുന്നത്. അത് ശിവബാബയുടെ ഭണ്ഡാരയിലാണ് ഇടുന്നതെങ്കിൽ കോടിയായി മാറും. ഒരിക്കലും നഷ്ടം ഉണ്ടാവുകയില്ല. കേവലം നിങ്ങൾ ദേവിമാർ ജ്ഞാനം നൽകുന്നതിന് നിമിത്തമായത് കാരണം കൂടുതലും പൂജ ലഭിക്കുന്നത് ദേവിമാർക്കാണ്. ഗോപന്മാരും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അമ്മമാർ ബ്രാഹ്മണിമാരായി മാറി വഴി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ദേവിമാർക്കാണ് കൂടുതൽ പ്രശസ്തി. ദേവിമാർക്ക് കൂടുതൽ പൂജ ലഭിക്കുന്നു. പകുതി കൽപ്പം നമ്മൾ പൂജ്യരായിരുന്നു എന്നതും നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ മനസ്സിലായി. ആദ്യം ഫുൾ പൂജ്യർ 2 കല കുറഞ്ഞു പോയത് കാരണം പിന്നീട് സെമി പൂജ്യരായി. ത്രേതായുഗത്തിലാണ് രാമന്റെ രാജധാനി. അതിനെ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നത് കൊണ്ട് ഒരു കണക്കും ഉണ്ടാകുന്നില്ല. ഭക്തരുടെ ബുദ്ധിയും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയും തമ്മിൽ രാത്രിയും പകലും വ്യത്യാസമുണ്ട്. നിങ്ങളുടേത് ഈശ്വരീയ ബുദ്ധിയാണ്, അവരുടേത് രാവണ ബുദ്ധിയും. നിങ്ങളുടെ ബുദ്ധിയിൽ 5000 വർഷത്തിന്റെ മുഴുവൻ ചക്രവും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വർഷമെന്ന് രാത്രിയിലുള്ളവരും പകലിലുള്ളവർ 5000 വർഷമെന്നും പറയും. ഭക്തിയിൽ പകുതി കൽപ്പം നിങ്ങൾ അസത്യമായ കാര്യങ്ങൾ കേട്ടു. ഇങ്ങനെയുള്ള ഒരു കാര്യവും സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അവിടെ സമ്പത്താണ് ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയാണല്ലോ. ശ്രീമദ് എന്ന പേര് മറ്റേതൊരു ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടില്ല. ഗീതയുടെ യുഗമായി ഓരോ 5000 വർഷത്തിനു ശേഷവും ഈ പുരുഷോത്തമ സംഗമയുഗം വരുന്നു. ലക്ഷക്കണക്കിന് വർഷത്തിന്റെ കാര്യമൊന്നുമില്ല. എപ്പോൾ ആര് വരികയാണെങ്കിലും അവരെ സംഗമയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. തന്റെയും മുഴുവൻ രചനയുടെയും പരിചയം നൽകുന്ന പരിധിയില്ലാത്ത ബാബ രചയിതാവാണ്. വീണ്ടും ബാബ പറയുകയാണ്, നിങ്ങൾക്കൊന്നും ധാരണ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. പവിത്രമായി മാറണം. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കണമെങ്കിൽ ദൈവിക ഗുണം ധാരണ ചെയ്യണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. 21 ജന്മത്തേക്ക് കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്നതിനു വേണ്ടി ഈശ്വരീയ സേവനത്തിൽ നേരിട്ട് എല്ലാം സഫലമാക്കൂ. സൂക്ഷിപ്പുകാരായി മാറി ശിവബാബയ്ക്ക് വേണ്ടി സേവനം ചെയ്യണം. 2.
എത്ര സമയം ഓർമ്മയിലിരിക്കുന്നുവോ അത്രയും സമയം ബുദ്ധി എവിടെയെല്ലാം പോയി എന്ന് പരിശോധിക്കണം. തന്റെ സത്യമായ കണക്ക് വെക്കണം. നരനിൽ നിന്ന് നാരായണനായി മാറുന്നതിന് വേണ്ടി ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കണം. വരദാനം: വിസ്മൃതിയുടെ ലോകത്തുനിന്ന് പുറത്തുവന്ന് സ്മൃതി സ്വരൂപരായി ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷാത്മാവായി ഭവിക്കട്ടെ. ഈ സംഗമയുഗം സ്മൃതിയുടെ യുഗമാണ്. കലിയുഗം വിസ്മൃതിയുടെയും. താങ്കൾ എല്ലാവരും വിസ്മൃതിയുടെ ലോകത്തുനിന്ന് പുറത്തുവരൂ. ആര് സ്മൃതി സ്വരൂപരാണോ അവർ തന്നെയാണ് ഹീറോ പാർട്ട് അഭിനയിക്കുന്ന വിശേഷ ആത്മാക്കൾ. ഈ സമയത്ത് ഡബിൾ ഹീറോ ആണ്. ഒന്ന് വജ്രസമാനം വിലപിടിച്ചത്, രണ്ടാമത് ഹീറോ പാർട്ട്. അതിനാൽ ഹൃദയത്തിൽ നിന്നുള്ള ഈ ഗീതം സദാ മുഴങ്ങട്ടെ, അഹ എന്റെ ശ്രേഷ്ഠ ഭാഗ്യം എന്ന്. ദേഹത്തിന്റെ കർത്തവ്യം ഓർമ്മയുണ്ടായിരിക്കും എന്നതുപോലെ ഈ അവിനാശി കർത്തവ്യം, അതായത് ഞാൻ ശ്രേഷ്ഠാത്മാവാണ്, ഇത് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ പറയാം വിശേഷാത്മാവ്. സ്ലോഗൻ: ധൈര്യത്തിന്റെ ആദ്യത്തെ ചുവട് മുന്നോട്ട് വയ്ക്കൂ, എങ്കിൽ ബാബയുടെ പൂർണ്ണ സഹായം ലഭിക്കും. ഓം ശാന്തി.